നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള കരുനീക്കങ്ങൾക്കിടെ കോൺഗ്രസ് എംഎൽഎമാരുടെ മനസ്സറിഞ്ഞ എഐസിസി നിരീക്ഷകർ യുഡിഎഫിലെ സഖ്യകക്ഷികളുടെയും അഭിപ്രായം തേടുന്നു. എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്ദിരാഭവനിൽ നടന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം എഐസിസി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒറ്റവരി പ്രമേയം പാസാക്കിയിരുന്നു. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അവതരിപ്പിച്ച പ്രമേയത്തെ വി.ഡി. സതീശൻ പിന്തുണച്ചു. ഹൈക്കമാൻഡ് നിരീക്ഷകർ 63 എംഎൽഎമാരെയും പ്രത്യേകം കണ്ട് അഭിപ്രായം തേടി. അതേസമയം ഘടകകക്ഷി നേതാക്കളുമായി നിരീക്ഷകർ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സതീശനുള്ള പൂർണ്ണ പിന്തുണ മുസ്ലിം ലീഗ് അറിയിക്കും. നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രിയെ നിശ്ചയിക്കും. മുഖ്യമന്ത്രി ആരെന്ന് ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. 63 എംഎൽഎമാരിൽ ഭൂരിഭാഗം പേരും കെ.സിയെ പിന്തുണച്ചു എന്നാണ് സൂചന. 40ഓളം എംഎൽഎമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനുണ്ടെന്നാണ് റിപ്പോർട്ട്. 10ഓളം പേരുടെ വീതം പിന്തുണയാണ് ചെന്നിത്തലയ്ക്കും സതീശനുമുള്ളത്. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും നിരീക്ഷകർ തേടിയിട്ടുണ്ട്. ഇതിൽ കെ. സുധാകരൻ രേഖാമൂലം തന്നെ കെ.സിക്കുള്ള പിന്തുണ അറിയിച്ചു. സീനിയോറിറ്റി പരിഗണന വെച്ച് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കേണ്ടതാണെന്ന അഭിപ്രായം മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒന്നിലേറെ പേർ ഉള്ളപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗം കൂടിയായ കെ.സി. വേണുഗോപാൽ എം.പി മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശ്രമിക്കുന്നതിന്റെ അനൗചിത്യം ചില മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് വിവരം. അതേസമയം ചെന്നിത്തല, സതീശൻ, വേണുഗോപാൽ എന്നീ 3 പേരിൽ ഏറ്റവും സീനിയറാണ് എന്നത് രമേശിന് അനുകൂല ഘടകമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ എത്ര എംഎൽഎമാരുടെ പിന്തുണ കിട്ടും എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ സാധ്യതകൾ. കെ.സി. പക്ഷത്തിന്റെയും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരിൽ ഒരു വിഭാഗത്തിന്റെയും പിന്തുണ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വി.ഡി. സതീശൻ ക്യാമ്പ്. എംഎൽഎമാരുടെ ഭൂരിപക്ഷ പിന്തുണയ്ക്കാണ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ ഹൈക്കമാൻഡ് മുഖ്യ പരിഗണന നൽകുക. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കർണാടകത്തിലും തെലങ്കാനയിലും ഈ രീതിയാണ് പിന്തുടരുന്നത്. ഘടകകക്ഷികളുടെ ഉറച്ച പിന്തുണയാണ് വി.ഡി. സതീശന് അനുകൂലമായ ഘടകവും. നിലവിലെ സൂചനകൾ പ്രകാരം എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനാണ് എംഎൽഎമാരുടെ ഇടയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ളത്. 46ഓളം എംഎൽഎമാർ കെ.സിയെ പിന്തുണച്ചു എന്നാണ് വിവരം. 8 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കും 6 പേരുടെ പിന്തുണ വി.ഡി. സതീശനും ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. 3 പേർ ഹൈക്കമാൻഡ് തീരുമാനത്തിന് വഴങ്ങാമെന്ന് അറിയിച്ചു. മുതിർന്ന നേതാവായ കെ. സുധാകരൻ കെ.സി. വേണുഗോപാലിനുള്ള പിന്തുണ രേഖാമൂലം തന്നെ നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവും കെ.സിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. അതേസമയം സീനിയോറിറ്റി പരിഗണന വെച്ച് രമേശ് ചെന്നിത്തലയുടെ പേരും സജീവമായി ചർച്ചയിലുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്കായി കടുത്ത ചരടുവലികളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഭൂരിപക്ഷം തെളിയിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ അനുമതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കെ.സി. പക്ഷം. എന്നാൽ കേവലം എംഎൽഎമാരുടെ എണ്ണം എന്ന സാങ്കേതിക മാനദണ്ഡം മാത്രം പരിഗണിക്കാതെ ഘടകകക്ഷികളുടെ താൽപര്യവും മറ്റു ഘടകങ്ങളും നോക്കണമെന്ന് വി.ഡി. സതീശൻ നിരീക്ഷകരോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകില്ലെന്ന തരത്തിലുള്ള വാർത്തകൾ ഉയർന്നുവെങ്കിലും സതീശൻ ക്യാമ്പ് അത് നിഷേധിച്ചു. അത്തരമൊരു നിലപാട് നിരീക്ഷകർക്ക് മുന്നിൽ അറിയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്.